അതെ, നമ്മൾ ലൈംഗിക അതിക്രമങ്ങളോട് സീറോ ടോളറൻസ് എന്ന ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളതാണ്. കേസുകൾ ഇപ്പം പോക്സോ ആയിരിക്കാം, ഡൊമസ്റ്റിക് വയലൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ പോഷിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കാം. പക്ഷേ എനി സെക്ഷൽ ഹറാസ്മെൻറ്റ് അല്ലെങ്കിൽ സെക്ഷൽ വയലൻസിനോടും സീറോ ടോളറൻസ് എന്നുള്ള നയത്തിലൂടെയാണ്. അതിനനുസൃതമായുള്ള നിയമവ്യവസ്ഥയിൽ സുതാര്യതയും ഏറ്റവും എന്താ പറയുന്നത്, നമ്മുടെ അതിജീവിതമാരെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ള അതിവേഗ നടപടികൾ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും പ്രധാന ഒരാവശ്യവും. നമുക്കറിയാം ഈ പല ഇതിലും ഇപ്പോൾ പോഷ് ആക്ട് ഉണ്ട്, അതേസമയം ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ പോഷ് ആക്ട് പ്രയോഗത്തിൽ വന്നില്ല. അതുപോലെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്രൈംസിൽ ചില ആക്ട്സ്, ഏറ്റവും പുതിയ ആക്ട്സ് തന്നെ നടപ്പിൽ വരുന്നില്ല, ആ കേസുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊരു പിന്നെ സർവൈവർ സെൻട്രിക് ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാകുമ്പോൾ തന്നെ അതിനുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ കുറേ അധികം എനിക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി, എന്താണ് ഇതിൽ സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ പഠിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ നിയമവ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ബോധ്യം, പോലീസ് വ്യവസ്ഥയെക്കുറിച്ചിട്ടുള്ള ബോധ്യം, ഇതെല്ലാം ഉണ്ടാകുന്നതോടുകൂടി കുറച്ചുകൂടെ ഇൻഫോംഡ് ആയിട്ടുള്ള സർവൈവേഴ്സിനെ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. ഈവൻ കുട്ടികളെ ഉൾപ്പെടെ അപ്പോൾ ചില സമയത്ത് 16 വയസ്സുള്ള പെൺകുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം പല കേസുകളും, അതായത് 18 വയസ്സാകാത്ത പെൺകുട്ടികൾ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം എന്നാണ് കരുതുന്നത്. ഇപ്പം നമ്മുടെ മെയിൻ സ്ട്രീമിൽ വന്ന കുറ്റാരോപിതർ എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അത് നിയമം ശിക്ഷിച്ചവരോ പോലീസിലേക്ക് പരാതി കൊടുത്തിട്ടവരോ ഒക്കെ ആകാം. പക്ഷെ ഓരോ സ്ത്രീ അനുഭവങ്ങളിലും ഓരോ ക്യൂർ അനുഭവങ്ങളിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അനുഭവങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നും ആരൊക്കെ ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾ ചെയ്യുന്നവരാണെന്നും. അത്തരം ആളുകൾ കൃത്യമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി ജനപ്രതിനിധികളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ടോ, എന്നെ പ്രതിനിധീകരിക്കാൻ പറ്റിയ ആളാണോ ഈ വ്യക്തി എന്ന് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ സ്ത്രീക്കും വ്യക്തമായി വിശകലനം ചെയ്യാനും മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം. തന്നെയുമല്ല, ഈ പോഷ് ആക്ടിലൊക്കെ പറയുന്നത് കുറ്റ ആരോപിതനായി കഴിഞ്ഞാൽ തന്നെ പവറിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ളതാണ്. അത് അപ്പോൾ നമ്മുടെ നിയമം പറയുന്നത് അങ്ങനെയാണ്, കുറ്റ ആരോപിതനെ പവറിൽ നിന്ന് മാറ്റി നിർത്തുക. കാരണം വീണ്ടും പവർ കൈയാളുന്നതോടുകൂടി അവർക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയാണ്, അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അല്ല, ഇതൊരു കോൺഷ്യൻസിനോടുള്ളൊരു ചോദ്യമാണ്, അത് സിറ്റിസണിൻ്റെ കോൺഷ്യൻസിനോടുള്ള ചോദ്യമാണ്. ഇപ്പം നമുക്കറിയാം ആക്ട്രസ് അസോൾട്ട് കേസിൽ ഒരു കോൺഷ്യൻസിൽ നിന്നുള്ള മറുപടിയാണ് സിറ്റിസൺസ് കൊടുത്തത്. അത് കോടതിയുടെ മറുപടിയേക്കാളും അതിഗംഭീരമായ മറുപടിയാണ് ഇവിടുത്തെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. സോ വി ബിലീവ് ഇൻ ദ പീപ്പിൾ. അങ്ങനെ തോന്നുന്നില്ല. അതായത് നയം എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, നയം എന്ന് പറയുമ്പോൾ ഒരു ദർശനമാണ്. അതായത് ഒരു ഗവൺമെൻറ് ഒരു നയം ഉണ്ടാക്കുമ്പോൾ ആ നയത്തിലെ എല്ലാ വാക്കുകളും നടപ്പിലാക്കുമെന്നല്ല, അവർ ആ ദർശനം ഉപയോഗിച്ച് പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കുമെന്നാണ്. ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കും. ആ പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് ജനങ്ങളുടെ അടുത്തേക്ക് അപ്ലൈ ചെയ്യപ്പെടുന്നു എന്നാണ്. അതിന് ശേഷമാണ് നമ്മൾക്കൊരു റിവ്യൂ നടത്താൻ സാധിക്കുക. അപ്പോൾ ഈ പ്രോസസ്സ് തുടങ്ങി വെക്കാൻ മാത്രമേ ഗവൺമെൻറ്റിന് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫിലിം പോളിസി എന്ന് പറഞ്ഞു, ഇപ്പോൾ പിന്നെ ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു പോളിസി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പോളിസി വരെ എത്തി, പോളിസി നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോലും ഗവൺമെൻറ്റിനായില്ല ഇപ്പോഴും. അപ്പോൾ നമ്മൾ പോളിസിയെക്കുറിച്ച് പറയുമ്പം ഈ കാര്യം നമ്മുടെ മനസ്സിലുണ്ട്. അതായത് പോളിസികളൊന്നും കംപ്ലീറ്റ് ഒരു സൊല്യൂഷൻസ് അല്ല, പക്ഷെ പോളിസികൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത് അത് ജനങ്ങളോടൊപ്പമാണ് ആ പോളിസി ഉണ്ടാക്കുന്നത്. ഇപ്പോഴത്തെ UN നടപടിക്രമങ്ങൾ വരെ ജനങ്ങളോട് ചോദിച്ചിട്ട് ജനങ്ങളുടേത് സമ്പർക്ക പരിപാടിയായിട്ടാണ് ഒരു പോളിസി ഉണ്ടാക്കുന്നത് പോലും. ഇപ്പം ഫിലിം പോളിസി ഉണ്ടാക്കിയപ്പോൾ ഏകദേശം 500 പേരെയോ കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ കണ്ടിട്ടാണ്. അപ്പോൾ ആ പോളിസി ഉണ്ടാകുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടക്കുന്നത്. അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുറ്റാരോപിതർ എന്ന് പറയുമ്പോൾ അവർ നേരിട്ട് മത്സരിക്കുന്നില്ല, പക്ഷെ അവർ എന്താ പറയുന്നത്, അവർക്ക് നേരെ മുമ്പേ ചോദിച്ച ചോദ്യങ്ങളോട് അവർ കേസിൽ കോടതി ശിക്ഷിച്ചതോ ഒന്നും ആയിരിക്കില്ല. പക്ഷെങ്കിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത്തരം കേസുകളോട് അനുകൂലിക്കുകയോ അനുകൂലമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയോ ചെയ്ത മനുഷ്യരുണ്ട്.
അപ്പം അതിനോടുള്ള നമ്മുടെ പ്രതികരണവുമുണ്ട്. ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെട്ടവർ മാത്രമല്ല, അതിനോട് കൂട്ടുചേർന്ന് നിന്ന് ഇത്തരം കാര്യങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ജനങ്ങളും ഇപ്പം നമ്മുടെ ജനപ്രതിനിധികളായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഇപ്പം ഇതിനോടൊക്കെ ഉള്ള ഒരു പൊതുബോധത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ പൊതുബോധം എന്നുള്ളത് എപ്പോഴും അഡ്രസ്സ് ചെയ്യപ്പെടുകയും ഈ പറയുന്ന അതിജീവിതർക്കൊപ്പം നിൽക്കുന്നതാവണം. ഒരു ജെൻഡർ ബേസ്ഡ് ആയിട്ട് ഒരു ജെൻഡർ ജസ്റ്റ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പ്രധാനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഒറ്റ കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർക്കാനുള്ളത്, പലപ്പോഴും ആളുകൾ ചോദിക്കുക അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കോർട്ട് തീരുമാനിക്കട്ടെ, ജഡ്ജ് തീരുമാനിക്കട്ടെ എന്നാണ്. പക്ഷേ എലക്ഷൻ എത്തി നിൽക്കുമ്പോൾ ഓരോ വ്യക്തിക്കും തീരുമാനിക്കാനുള്ള ഒരവസരവും കൂടെയുണ്ട്. അതെല്ലാവരും ഉപയോഗിക്കുക എന്നുള്ളതാണ്.